നമസ്കാരം. ഗാർഡനിക്ക ഹോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറേ നാളായിട്ട് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. എപ്പോഴും വിചാരിക്കും വീഡിയോ ചെയ്യണം, പക്ഷേ അത് ഒരു മടി വരും. നമ്മൾ ചെയ്യാതിരുന്ന് കഴിയുമ്പോൾ നമുക്കൊരു മടി വരും. ഇതെൻ്റെ ഗാർഡൻ്റെ ഒരു പഴയൊരു ലുക്കാണ്. ഇത് ഞാനൊന്ന് വൃത്തിയാക്കിയെന്ന് പറയാം. നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ ഗാർഡനിലെ ചെടികളെല്ലാം ചീത്തയായിപ്പോകും. പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കാനൊന്നും ആളില്ലാതെ വരുമ്പം അങ്ങനെ എൻ്റെ കുറേ ചെടികൾ ചീത്തയായിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എൻ്റെ അടീനിയും എല്ലാം ഒന്ന് എടുത്ത് ഒന്നും കൂടെ റീപോട്ട് ചെയ്യാൻ വേണ്ടി ഞാനെല്ലാം അത് പ്രൂൺ ചെയ്ത് അതിൽ സാഫൊക്കെ പുരട്ടി അങ്ങനെ ഒന്നും കൂടെ റീപോട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ട് അപ്പോഴെടുത്ത വീഡിയോ ആണിത്. കുറേ അടീനിയം ചീഞ്ഞു പോയി. അപ്പം ഞാൻ കുറേ അടീനിയം ഇങ്ങനെ ബെയർ റൂട്ടഡായിട്ട് ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ ആ രക്ഷപ്പെട്ട കുറേ അടീനിയം പിന്നീട് അത് പോട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ കുറേ അടീനിയം എടുത്ത് ഞാൻ ഒന്നും കൂടെ പ്രൂൺ ചെയ്ത് അത് പോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ സത്യത്തിൽ കുറേ ആയി എടുത്ത് വെച്ചിട്ട് ഇത് വീഡിയോ എഡിറ്റ് ചെയ്തിടാനൊരു മടികൊണ്ട് ഇങ്ങനെ വെച്ചിരുന്നതായിരുന്നു. ഇതൊരു 15 വർഷമെങ്കിലും പഴക്കമുള്ള അടീനിയമാണ്. ഇത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആ കമ്പുകൾ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. അടീനിയം നടാനായിട്ട് നമുക്ക് ഒരുപാട് മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കോഡക്സ് ഉയർത്തി തന്നെ വെക്കണം. അപ്പോൾ കുറച്ച് മണ്ണ് മതി. പെർലൈറ്റ്, കുറച്ച് കൊക്കോപീറ്റ്, സാൻഡ്, ചാണകപ്പൊടി, സാഫ് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ കോഡക്സ് ഉയർത്തി തന്നെ ആ ചട്ടിയിൽ വെച്ചാൽ മതി. ഒരുപാട് മണ്ണിൻ്റെ ആവശ്യമില്ല. ഇത് ഡിസംബറിൽ ചെയ്ത വീഡിയോ ആണിത്. ഇത് ഫെബ്രുവരിയിൽ ചെയ്ത വീഡിയോ ആണ്. പ്രൂൺ ചെയ്ത ശേഷം അടീനിയം എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അടീനിയത്തിന് നല്ല വെയിൽ വേണം. പക്ഷേ നമ്മളത് റീപോട്ട് ചെയ്ത ശേഷം ഒരാഴ്ചയെങ്കിലും തണലത്ത് വെച്ചതിന് ശേഷം വേണം വെയിലത്തോട്ട് വെക്കാൻ. മഴ പെയ്യുന്ന സ്ഥലമാണെങ്കിൽ ഒരുപാട് വെള്ളം വീണ് കഴിഞ്ഞാലും അത് ചീത്തയാകും. നമ്മളതിൽ വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം നോക്കണം. ഇന്ന് ഏപ്രിൽ 17. ഇന്നെടുത്ത വീഡിയോ ആണിത്. അടീനിയം നിറയെ മുട്ടുകളും പൂക്കളും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബൊഗൻവില്ലയാണ് ഇത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു എനിക്ക്. അടീനിയം കുറേയെല്ലാം ചീഞ്ഞു പോയി. നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുകയും അതിൽ നിറയെ മുട്ടുകൾ വരികയും ചെയ്യും. മഴക്കാലമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം ഡയറക്റ്റ് മഴവെള്ളം ചെടിയിൽ വീഴാത്ത രീതിയിൽ എങ്കിലും വെയിൽ നന്നായി കിട്ടുകയും വേണം. അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി നമുക്ക് വെക്കണം അടീനിയം. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ എവിടെയെങ്കിലും പോയാലും ചെടി ചീത്തയാകാതിരുന്നോളും. 1-2 മാസം വരെയും നമുക്ക് ഇതിന് വെള്ളമൊന്നും കൊടുക്കാതിരുന്നാലും ഒരു കുഴപ്പവും വരത്തില്ല ഇതുപോലെ വെച്ചാൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതെല്ലാം വെരിഗേറ്റഡ് അടീനിയമാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. നമസ്കാരം.